യമാലിന് ഒരുപക്ഷേ റയലിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റാതായി പോയൊരു മത്സരങ്ങളിലൊന്നിരിക്കും. അവസാന മിനിറ്റുകളിൽ കൊടുത്ത ആ ഒരു ക്രോസ് കൗണ്ടേക്ക് കണക്ട് ചെയ്ത് കൊടുത്ത നല്ലൊരു ബോൾ ഉണ്ടായിരുന്നു. അതിലപ്പുറത്തേക്ക് കാര്യമായിട്ടൊന്നും യമാലിന് ചെയ്യാൻ പറ്റാതെ പോയ മത്സരം. നമുക്കറിയാം കരേറസ് കഴിഞ്ഞ ഡിസ്കഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കരേറസ് ആയിരിക്കും യമാലിനെ പൂട്ടുക എന്നുള്ളത്. കരേറസിന് ബെൻഫിക്കയിൽ ഒരു മുൻപരിചയമുണ്ട്. ആളായിട്ട് കളിച്ചിട്ടുള്ള 2 മത്സരങ്ങളിലും യമാൽ ഗോളോ അസിസ്റ്റോ കൊടുത്തിട്ടില്ല. കരേറസ് ലെഫ്റ്റ് വിങ് കളിച്ചു. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെയായിരുന്നു യമാലിനെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. യമാലിൻ്റെ ഒരു സ്പീഡ്, യമാലിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബോൾ വെച്ചിട്ടും ഓഫ് ദ ബോളും നല്ല സ്പീഡാണ്. ആ സ്പീഡിനെ ബാറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് കരേറസ് ഡിഫെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആൾ വെട്ടിത്തിരിഞ്ഞ് ഓടിയാലും കൂടെ പിടിക്കാൻ പറ്റുന്ന രീതിയിലാണ് കരേറസ് വരുന്നത്. പിന്നെ കരേറസിൻ്റെ സ്പീഡും കഴിഞ്ഞ മത്സരത്തിൽ എടുത്ത് കാണാൻ പറ്റും. ത്രൂ പാസുകളൊക്കെ യമാൽ ഓടി എടുക്കുന്നതിനേക്കാളും സ്പീഡിൽ കരേറസ് ഓടി അത് ഡിഫെൻഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആൾ കൃത്യമായിട്ട് യമാൽ എങ്ങനെ കളിക്കുന്നു, കഴിഞ്ഞ 2 മത്സരങ്ങളിൽ യമാലിൻ്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ യമാലിൻ്റെ ഒരു പ്ലേയിങ് സ്റ്റൈൽ കരേറസിന് അറിയാം. പിന്നെ തുടർന്നുള്ള മത്സരങ്ങളിൽ യമാലിൻ്റെ റണ്ണുകളും കാര്യങ്ങളും ആൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് യമാലൊരു ഇഞ്ചുറി മാറി വരികയാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് യമാലിനെ ആദ്യമേ ടാർഗറ്റ് ചെയ്യുന്നുള്ളൊരു ന്യൂസുകളുള്ളതുകൊണ്ട് തന്നെ യമാലിനെ കുറച്ചുകൂടി സേഫിലാണ് ബാഴ്സ ഉപയോഗിച്ചതെന്ന് തോന്നുന്നു. പിന്നെ അദ്ദേഹം ഡിസ്പോസ്ഡ് ആണ്, 22 തവണയോളം അദ്ദേഹം പൊസിഷനിലില്ല എന്നാണ് പറയുന്നത്. കൂടാതെ അദ്ദേഹം നമ്മൾ കളി കണ്ടാൽ തന്നെ അറിയാം ബോക്സിലേക്ക് കിടക്കുന്നില്ല. അങ്ങനെ ഒരു കാഴ്ചക്കാരൻ്റെ റോളിലായിരുന്നു പലപ്പോഴും നിന്നിരുന്നത്. ഹരിക്ക് എന്താണ്? അതെ, നമ്മൾ കഴിഞ്ഞ എൽ ക്ലാസിക്കോലൊക്കെ കണ്ട പോലെ യമാലിൻ്റെ കുറേ റണ്ണുകൾ ഉണ്ടായിരുന്നു. ബോക്സിൻ്റെ ഉള്ളിലേക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഷോട്ട് അടിക്കുന്ന പോലത്തെ ആ രീതിയിലുള്ള പ്ലേയിങ് സ്റ്റൈൽ നമ്മൾ ഈ മത്സരത്തിൽ കണ്ടില്ല. കുറച്ചും കൂടി സേഫായിട്ട് കളിച്ച പോലെയാണ് തോന്നിയത്. ഇഞ്ചുറി നഴ്സ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം, ഇഞ്ചുറിയിൽ നിന്ന് പൂർണ്ണമായി മുക്തമാകാത്തതുകൊണ്ടായിരിക്കാം